ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് നാളെ എനിക്ക് വർക്ക് ഉണ്ട്. സോ ഞാൻ വർക്കിന് പോകുമ്പോൾ എന്തൊക്കെയാണ് ലഞ്ചിൽ പാക്ക് ചെയ്യുന്നതെന്നുള്ള ഒരു കുട്ടി വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുക്കിംഗ് തുടങ്ങിയാലോ. സോ ആദ്യം തന്നെ ഞാൻ ഇവിടെ ക്യാരറ്റ് കഴുകിയൊക്കെ വെച്ചിട്ടുണ്ട്. ക്യാരറ്റ് കറി ക്യാരറ്റ് ഫ്രൈ പോലെ ഉണ്ടാക്കിയിട്ട് മഷ്റൂം ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. നമുക്ക് ആദ്യം ക്യാരറ്റ് ഉണ്ടാക്കാം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ക്യാരറ്റാണ് അരിയാൻ പോവാണ്. എനിക്കിങ്ങനെ മറ്റേപാട് ഇത് വെച്ചിട്ട് അരിയണം, എന്നോട് ഇഷ്ടമല്ല. എനിക്കിങ്ങനെ അരിയണതാണ് കുറച്ചും കൂടെ ഇഷ്ടം. കാണാനൊക്കെ കുറച്ച് കട്ടിയുണ്ട്. ഇത് എൻ്റെ ക്യാരറ്റ് അല്ല. എൻ്റെ ക്യാരറ്റ് ഞാൻ ഇപ്പോൾ എടുത്തപ്പോൾ ചീത്തയായിരിക്കുകയാണ്. ആ സത്യം ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. ജസ്റ്റിനെ നാട്ടിൽ പോകണോണ്ട് അവൾ ഒരു പാക്കറ്റ് ക്യാരറ്റ് മേടിച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. സോ അവൾ എന്നോട് പറഞ്ഞു, നീ വേണമെങ്കിൽ അതെടുത്ത് കഴിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അത് ഉണ്ടാക്കിയാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ പണ്ടൊന്നും ഞാനിങ്ങനെ 2 പ്രാവശ്യവും ഉണ്ടാക്കാറൊന്നും ഉണ്ടായിരുന്നില്ല. അതായത് ജസ്റ്റ് ഒരു ചോറും എന്തെങ്കിലും കറി കൊണ്ടുപോകും, അല്ലെങ്കിൽ അവിടെ നിന്ന് ഫ്രൈസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും മേടിക്കും. പക്ഷെ ഇപ്പം ഞാൻ 2 പ്രാവശ്യവും കൊണ്ടുപോകുന്നുണ്ട്. കാരണം ഫ്രൈസ് കഴിച്ച് ഞാൻ വണ്ണം വെക്കാണ്. സോ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇങ്ങനെ എന്തെങ്കിലും റാപ്പോ അല്ലെങ്കിൽ ചോറും കറിയൊക്കെയാണ് ഞാനിപ്പോൾ കൊണ്ടുപോകാറ്. പിന്നെ എനിക്കിപ്പോൾ ഞാൻ ജിമ്മിൽ പോകുന്നതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് ഫുഡൊക്കെ ഉണ്ട്. അതുകൊണ്ട് എല്ലാ ഫുഡും കഴിച്ചിട്ട് ഫോട്ടോ എടുത്ത് കോച്ചിന് അയച്ചു കൊടുക്കണം. അതുകൊണ്ട് നമ്മൾ സത്യസന്ധമായി നല്ല ഫുഡ് കഴിക്കണം. ബ്രേക്കൊന്നും കിട്ടുമെന്ന് യാതൊരു ഉറപ്പുമില്ല, അത് വേറെ കാര്യം. പക്ഷെ നമ്മൾ ഫുഡ് കൊണ്ടുപോകണമല്ലോ. എങ്ങാനും ബ്രേക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക് കിട്ടും. പക്ഷേ ചില സിറ്റുവേഷനിൽ ഭയങ്കര ബിസി ആയിരിക്കും. സോ അതുകൊണ്ട് ഞാൻ ചില സമയങ്ങളിൽ ബ്രേക്കൊന്നും എടുക്കാനുള്ള ഗ്യാപ്പ് കിട്ടാറില്ല. കാരണം അങ്ങനെ നമ്മൾ ബ്രേക്ക് എടുത്തു കഴിഞ്ഞാൽ ബിസി ആയിരിക്കുന്ന സമയത്ത് ബ്രേക്ക് എടുത്താൽ പിന്നെ കുറേ നേരം വൈകുന്നേരം ബസ്സിൽ പോണേക്കാളും നമ്മൾ കുറേ നേരം ഇരുന്ന് കുത്തിപ്പിടിച്ചിരുന്ന നോട്ടും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഞാൻ പരമാവധി അങ്ങനെ ഭയങ്കര തിരക്കുള്ള സമയങ്ങളിൽ ബ്രേക്ക് എടുക്കാറില്ല. പിന്നെ ഇവിടെ നേഴ്സായിട്ട് ഇപ്പോൾ സ്റ്റുഡൻറ്റിൽ നിന്ന് നേഴ്സായിട്ട് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇപ്പം ഞാനൊരു 6 months ആയി പയ്യെ ട്രെയിനിങ്ങൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. സ്റ്റുഡൻ്റ് ആയിരുന്നപ്പോൾ ഓൾറെഡി ട്രെയിനിങ്ങൊക്കെ കംപ്ലീറ്റ് ആക്കിയതാണ്. മറ്റേ ബ്ലഡ് എടുക്കുന്ന ട്രെയിനിങ്ങും IV ട്രെയിനിങ്ങും എല്ലാം കംപ്ലീറ്റ് ആക്കിയതാണ്. പക്ഷെ എന്നാലും നമ്മൾ വീണ്ടും രജിസ്റ്റേർഡ് നേഴ്സായി കഴിയുമ്പോൾ ഈ ട്രെയിനിങ് എല്ലാം ഒന്നും കൂടെ ചെയ്യണം. എന്നാലാണ് നമുക്ക് പേഷ്യൻറ്റിൻ്റെ ബ്ലഡ് എടുക്കാനും IV ഇടാനൊക്കെ പറ്റുള്ളൂ. സോ അതൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇനി എനിക്ക് ഒരു ട്രെയിനിങ് കൂടെ ബാക്കിയുണ്ട്. പിന്നെ ഇങ്ങനെ ഓരോ മറ്റേ ടിഷ്യൂ വയബിലിറ്റി ട്രെയിനിങ്, സ്കിന്നിൻ്റെ ട്രെയിനിങ് അതൊക്കെ കണ്ടിന്യൂ ചെയ്ത് പോവും. അത് ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ നമ്മുടെ ഇത് പുതുക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോ ട്രെയിനിങ് അവർ തന്നുകൊണ്ടിരിക്കും. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റുഡൻറ്റിൽ നിന്ന് കംപ്ലീറ്റ് ഡിഫറെൻ്റ് ആണ്. ഹെൽത്ത് കെയറിൽ നിന്നും കംപ്ലീറ്റ് ഡിഫറെൻ്റ് ആണ്. ഞാൻ പണ്ട് ഈ NHSP ഹെൽത്ത് കെയർ ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സോ അപ്പോൾ ആ സമയത്ത് ഞാൻ വിചാരിക്കും, ഈ നഴ്സ് ജോലി എന്ത് സുഖം, ഈ ഹെൽത്ത് കെയറിൻ്റെ ജോലി എന്ത് ബുദ്ധിമുട്ടാണ് ഞാൻ ആ സമയത്ത് വിചാരിക്കും. പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മൾക്ക് കുറേ എഴുതാനുണ്ടാവും. അതിൻ്റെ ഇടയ്ക്ക് ഓരോ പേഷ്യൻറ്റിൻ്റെ കാര്യങ്ങളും നോക്കണം. ഇവിടെ ഒരു കാര്യം ചെയ്ത് കഴിയുമ്പോൾ അപ്പോൾ നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് അപ്പോഴേക്കും വിളി വന്നിട്ടുണ്ടാവും, അത് ചെയ്യാൻ സമയമായി എന്നും പറഞ്ഞുകൊണ്ട്. സോ അങ്ങനെ നമുക്ക് ഓരോ കാര്യങ്ങൾ എപ്പോഴും ചെയ്യണം. നമുക്കൊന്നിരിക്കാൻ പോലും ചില സമയത്ത് ഗ്യാപ്പ് കിട്ടൂല. പിന്നെ നമ്മൾ സ്റ്റുഡൻ്റ് ആയിരിക്കുമ്പോൾ എന്താ പറയുക, ഡിഫറൻസ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് വേണ്ട വാർഡിലെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് വാർഡ് ബേസ്ഡ് എക്സ്പീരിയൻസ് ആണ്, വാർഡ് ബേസ്ഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് വേണ്ടത്. പക്ഷേ എനിക്ക് ആകെ 1-2 വാർഡ് ബേസ്ഡ് ആയിട്ടുള്ള പ്ലേസ്മെൻറ്റ് എക്സ്പീരിയൻസ് കിട്ടിയിട്ടുള്ളൂ. പിന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളൊന്നും നമുക്ക് പ്ലേസ്മെൻറ്റിൽ പഠിക്കാൻ പറ്റില്ല. സോ അതിനെപ്പറ്റി പറയാണ്ട് ഇപ്പോൾ കുറേ ജൂനിയർ സ്റ്റുഡൻസിനുള്ളൊരു സംശയമായിരിക്കും, നേഴ്സ് ആയിക്കഴിഞ്ഞാൽ ഞാൻ എന്നാ ചെയ്യുക, എനിക്കൊന്നും അറിയില്ല, അങ്ങനെയൊക്കെ ഉള്ളൊരു ഡൗട്ട്. പക്ഷെ ഒന്നും നമുക്ക് ബേസിക് ആയിട്ടുള്ളൊരു നോളജ് ഉണ്ടെങ്കിൽ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മളത് അവിടെ പഠിച്ച് നമ്മൾ ചെയ്ത് പഠിക്കണം. ഇപ്പോൾ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആരെങ്കിലും പറഞ്ഞു തന്നാൽ എനിക്ക് മനസ്സിലാവില്ല. ഞാനത് എന്ന് സ്വന്തമായിട്ട് ചെയ്യുന്നോ അന്നാണ് ഞാനത് പഠിക്കുക. അപ്പം അങ്ങനത്തെ കുറച്ച് ഇതുകളുണ്ട്. ഇപ്പോൾ ഓരോന്ന് പഠിച്ച് വരുന്നുണ്ട്. എന്താവുന്നൊന്നും അറിയില്ല. എന്നാലും
ഞാനിവിടെ ക്യാരറ്റ് എല്ലാം അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ സവോള അരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. എൻ്റെ കയ്യിലിരിക്കണ ഓയിൽ തീർന്നിട്ട് കുറച്ച് ദിവസമായി. തൽക്കാലം നമുക്ക് ജസ്നയുടെ കയ്യിൽ നിന്ന് ഓയിൽ അടിച്ച് മാറ്റാം. അവൾ പിന്നെ യൂട്യൂബ് വീഡിയോ ഒന്നും കാണാത്തതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് കടുക് ഇടാം. കുറച്ച് മാറിക്കട്ടെ, അല്ലെങ്കിൽ ചിലപ്പോൾ പൊട്ടി തീർക്കേണ്ട മേത്തേക്ക്. ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ക്യാരറ്റ് ഫ്രൈ ആണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. എൻ്റേതായ രീതിയിൽ ഇവിടെ ഉള്ള ഐറ്റംസൊക്കെ വെച്ചിട്ട്. ഞങ്ങളിപ്പോൾ ഇതിപ്പോൾ 3ാമത്തെ വീടാട്ടോ. എപ്പോഴും വീട് മാറേണ്ട അവസ്ഥയാണ്. ഒരു സാധനം പോലും മര്യാദയ്ക്ക് മേടിക്കാൻ പറ്റില്ല. കൂടുതൽ പാത്രങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ട്. പക്ഷെ ഇവിടെ ഒന്നാമത് കുഞ്ഞു കിച്ചണാണ് ഞങ്ങളുടെ കിച്ചൺ. കുഞ്ഞു കിച്ചൺ മീൻസ് കിച്ചൺ വലുതാണ്, പക്ഷെ 8 പേർക്കുള്ള കിച്ചണാണ്. സോ അതുകൊണ്ട് തന്നെ കൂടുതൽ സാധനങ്ങൾ വെക്കാനോ ഒന്നും മേടിക്കാനോ ഒന്നും നമുക്ക് പറ്റില്ല. ക്യാരറ്റ് ഏകദേശം റെഡിയായി. എനിക്ക് ഫുൾ വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം എൻ്റെ കയ്യിൽ മറ്റേ വീഡിയോ എടുക്കുന്ന സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അടുത്ത കറിയിലേക്ക് കടക്കാം. ഇത് മഷ്റൂമാണ്. എനിക്ക് ജസ്റ്റ് മഷ്റൂം ഇങ്ങനെ ഫ്രൈ ചെയ്ത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടം. സോ 2 ദിവസത്തേക്കുള്ള ഫുഡാണ് ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെക്കുന്നത്. അതാവുമ്പോൾ എനിക്ക് നാളെ ഡ്യൂട്ടി കഴിഞ്ഞ് വൈകുന്നേരം വന്നിട്ട് പിന്നെ ഫുഡ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് കയറി കുളിയൊക്കെ കഴിഞ്ഞ് സമാധാനമായിട്ട് കഴിച്ചിട്ട് കയറി കിടന്ന് ഉറങ്ങാം. ക്യാരറ്റ് ഇവിടെ റെഡി ആയിട്ട് ഞാൻ ജസ്റ്റ് വേറൊരു പാത്രത്തിലേക്ക് പകർത്തി വെക്കുകയാണ്. കാരണം പാത്രങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇനി ഇത് കഴുകിയിട്ട് വേണം അടുത്ത ഫുഡ് ഉണ്ടാക്കാൻ. ഇതിന് മെയിൻ സാധനമുണ്ട്, ചോറ് ഇട്ടിട്ടില്ല ഇതുവരെ. ചോറ് ഞാൻ അവസാനം ഇടാറ്, കാരണം ബസ്മതി റൈസ് ഞങ്ങളിവിടെ യൂസ് ചെയ്യാറുള്ളത്. സോ അത് പെട്ടെന്ന് കുക്കാവും, അധികം സമയമൊന്നും എടുക്കില്ല. കുഴപ്പമൊന്നുമില്ല. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ പോവാണ്. സോ ഞാൻ ഓൾറെഡി പൊടികളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് അതൊന്ന് മിക്സ് ചെയ്യണം. ജസ്റ്റ് കറക്റ്റ് മൂന്ന് പീസ് എടുത്തിട്ടുള്ളൂ. ഇനി 3 പീസ് കൂടെ ബാക്കിയുണ്ട്. അതിന് അടുത്ത ദിവസത്തേക്ക് കറക്റ്റ് നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയുള്ളത് മാത്രമേ ഞാനിപ്പോൾ ഉണ്ടാക്കണുള്ളൂ. ഓൾറെഡി എൻ്റെ കയ്യിൽ കടലക്കറി ഇരിക്കുന്നുണ്ട്. ചിപ്പി പ്രോപ്പർ കടലയല്ല, ഇവിടെ നിന്ന് മേടിക്കണ ഓൾറെഡി വെന്തിട്ടുള്ള ചിപ്പി ഇരിക്കുന്നുണ്ട്. അതും ഞാൻ കൊണ്ടുപോകും. ജസ്റ്റ് ഇത് കുറച്ച് നേരം വെച്ചിട്ട് പെട്ടെന്നൊന്ന് വറുത്തെടുക്കാം. ആ സമയം കൊണ്ട് ഞാൻ ചോറിടും. അപ്പം ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് മേടിക്കാനുള്ളത് ബസ്മതി റൈസാണ്, വൈറ്റ്. ഇത് പെട്ടെന്ന് കുക്കാവും. ഇതിപ്പോൾ കുക്കറിൻ്റെ അടപ്പനൊന്നും വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പെട്ടെന്ന് ഇത് കുക്കായിട്ട് വരും. കാരണം കൊണ്ട് ആണിത് മേടിക്കുന്നത്. സാധാ അരി ഇപ്പം അങ്ങനെ കഴിക്കാറില്ല. ജസ്റ്റ് ബസ്മതി റൈസ് മാത്രമേ ഇപ്പം മെയിനായിട്ട് കഴിക്കണേ. പിന്നെ ഇതിൻ്റെ കൂടെ വെജിറ്റബിൾസ് ഇടും. ഈ മിക്സ്ഡ് വെജ് പാക്ക് കിട്ടും, അപ്പം അതും കൂടി ഇടാറുണ്ട്. പക്ഷെ ഇന്ന് ഞാനിപ്പോൾ അത് ഇടില്ല, കാരണം അത് ഫ്രോസൺ ആയിട്ടിരിക്കുകയാണ്. സോ അതുകൊണ്ട് അതിനി ഫ്രോസൺ മാറ്റി വരുമ്പോഴേക്ക് സമയം എടുക്കും. അപ്പം അത് കാരണം കൊണ്ട് ഇന്ന് ഞാനത് ഇടുന്നില്ല. അപ്പോൾ ഇതൊക്കെ കുറച്ച് നേരം കഴിയട്ടെ. എനിക്ക് ചെറുതായിട്ട് വിശക്കുണ്ട്, നമുക്ക് എന്തെങ്കിലും തിന്നാം. വിശക്കുമ്പോൾ മെയിനായിട്ട് കഴിക്കണ സാധനം കേട്ടോ ഇങ്ങനെ ഫ്രോസൺ ആയിട്ട് ഫ്രൂട്ട്സൊക്കെ കിട്ടുമ്പോൾ അതിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കും. മാംഗോ അങ്ങനെ കഴിച്ച് തീർത്തു. സാധാരണ സ്മൂത്തി അടിക്കാറാണ്, പക്ഷേ ഇപ്പം അങ്ങനെ സ്മൂത്തി അടിക്കാത്തതുകൊണ്ട് ഞാൻ തിന്നുവാണ് പതിവ് വിശക്കണ സമയത്ത്. അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഞാൻ എല്ലാം പകർത്തത് ലാസ്റ്റ് കാണിച്ചു തരാം. ഇവിടെ ജസ്റ്റ് ചിരിച്ചോണ്ടിരിക്കണ്ട്. വാടി വാടി വാ
നാണായിട്ട് അവിടെ ഞങ്ങള് പണ്ട് മുതല് ഫുൾ ടൈം കഴിച്ചോണ്ടിരുന്നതാണ് സ്മൂത്തി. പക്ഷെ ഇവിടെ ഈ വീട്ടിൽ വന്നപ്പോ ഞാൻ അങ്ങനെ സ്മൂത്തി കഴിക്കാറില്ല. പക്ഷെ ഞാൻ കഴിക്കൂട്ടോ, ഞാൻ കഴിക്കും പക്ഷെ അങ്ങനെ കഴിക്കാറില്ല. ഇപ്പൊ ഞാൻ നൂഡിൽസ് ഉണ്ടാക്കാന്ന് ആദ്യം വിചാരിച്ചേ, പിന്നെ നൂഡിൽസ് തീർന്നു. ഒരു നൂഡിൽസ് കുടിക്കും, ഒരു നൂഡിൽസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അത് ജിസിനെ ഉണ്ടാക്കി ഞങ്ങൾ രണ്ടുപേരും കഴിക്കാന്ന് വിചാരിച്ചു. അപ്പൊ നാളത്തേക്ക് സ്മൂത്തി ആണ് ഞാൻ രാവിലെ കഴിക്കുന്നത്. നമുക്ക് 2 ബ്രേക്ക് ഉണ്ടാവും. അപ്പൊ ഫസ്റ്റ് ബ്രേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് 9:30-ക്കാണ്. 9:30 പിന്നെ 10, 10:30. അപ്പൊ ഇതിലേത് മിക്കവാറും എനിക്ക് ഏതെങ്കിലുമൊക്കെ സെക്കൻഡ് അല്ലെങ്കിൽ തേർഡൊക്കെ ആയിരിക്കും മിക്കവാറും കിട്ടാം. ഞാൻ രാവിലെ സ്മൂത്തി, ഉച്ചയിന് 3 മണി അല്ലെങ്കിൽ 3:30 ആകുമ്പോ ചോറ് കഴിക്കും. അപ്പൊ ഞാൻ സ്മൂത്തിക്ക് ഇവിടെ എടുത്തേക്കുന്നത് ആപ്പിൾ എടുത്തിട്ടുണ്ട്, സ്ട്രോബെറിയും ബനാനയും പിന്നെ പൈനാപ്പിളും ആണ് ഞാൻ സ്മൂത്തി എടുക്കുന്നത്. ബെറീസ് ഉണ്ട്, പക്ഷെ ബെറീസ് ഭയങ്കര സ്ട്രോബെറി ഉണ്ട്, ബ്ലൂബെറി ഒക്കെ ഉണ്ട്. പക്ഷെ എല്ലാ ഫ്രൂട്ടിന്റെയും ഫ്രോസൺ ഇവിടെ ഇരിക്കുന്നുണ്ട്. പക്ഷെ ഞാനിപ്പോ ഇത്ര മാത്രമേ എടുക്കുന്നുള്ളൂ. ഇത് ഞാൻ ഇപ്പൊ അടിച്ചു ഞെട്ടിപ്പോണ എത്രയും ഫ്രോസൺ ഫ്രിഡ്ജിന്റെ ഇതാണ് നമ്മുടെ സ്മൂത്തി. അപ്പൊ സ്മൂത്തി ആയിട്ടില്ല, ഇത്ര മതി, കുറച്ച് മതി. ഞാൻ പാലൊഴിച്ച് വെക്കും ജസ്റ്റ്. പക്ഷെ ഞാനിപ്പൊ അടിക്കില്ല, ഞാൻ നാളെ രാവിലെ അടിക്കത്തുള്ളൂ. കാരണം അല്ലെങ്കിൽ അത് ഒരുമാതിരി കളറായിട്ടിരിക്കും. കളറല്ല, ഒരു കട്ടി, ഭയങ്കര കട്ടി മെല്ലായിട്ടിരിക്കും. അപ്പൊ ജസ്റ്റ് ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കും. ഒന്നെങ്കിൽ ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ നാളെ രാവിലെ അടിക്കുന്നത് ബുദ്ധിമുട്ടാണ്, കാരണം എല്ലാവരും എഴുന്നേക്കും ഇത് അടിച്ചു കഴിഞ്ഞാൽ. അപ്പൊ ഇന്ന് വൈകുന്നേരം ഇപ്പടെ സമയം 6 മണിക്ക്, 6 മണിയോ എത്ര മണി, 4 മണി 5 മണി കണ്ട ആയിട്ടുള്ളൂ. അപ്പൊ ഇതാണ് ഞാൻ രാവിലെ കഴിക്കാൻ പോകുന്നത്. ഇനി ഞാൻ എന്റെ മെയിൻ ഫുഡ് എന്തൊക്കെയാന്ന് കാണിച്ചു. ഇതാണ് എന്റെ പുതിയ പാത്രം, പുതിയ ലഞ്ച് ബോക്സ്. കഴിഞ്ഞ വർഷം മേടിച്ചാണ്, പക്ഷെ ഇത് നല്ല അടിപൊളിയല്ലേ. ഇതിലല്ലാതെ 3 കള്ളിയൊക്കെ ഉണ്ട്. ഞാൻ ചോറ് ഭയങ്കര കുറവാണ് കഴിക്കാറ്, കറികളാണ് ഞാൻ കൂടുതൽ കഴിക്കുന്നത്. ചോറ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അയ്യോ സ്പൂൺ ഇവിടെ കടലക്കറിയാണ്. കടലക്കറി ഇങ്ങനെ ഇരിക്കണേ, കടലക്കറി ചെറുതായിട്ടൊന്ന് കരിഞ്ഞു. ഇത് ഇന്ന് ഉണ്ടാക്കിയ കടല വലത്തി വെച്ചാണോ? അത് റെഡി. നേരത്തെ നിർത്തിടോ. എന്താ മഷ്റൂമോ? ഇത് മഷ്റൂം ഫ്രൈ. സൈഡിൽ എങ്ങനെ ഇടാം? ഭയങ്കര കുറച്ചോളൂല്ലോ, പക്ഷെ ഭയങ്കര കൂടുതലാണല്ലോ. ഞാൻ കുറച്ചേ ഉണ്ടാക്കിയോളൂ, കാരണം 2 ദിവസത്തേക്ക് കറക്റ്റ് ഉണ്ടാക്കിയത്. അല്ല ഇതെന്തായാലും കഴിക്കാനൊന്നും പോണില്ല. കഴിക്കുകയൊക്കെ ചെയ്യും, കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതല്ല. പിന്നെ ചിക്കൻ ഫ്രൈ, പിന്നെ എന്തെങ്കിലും ലാസ്റ്റ് ആയിട്ട് നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ക്യാരറ്റ്, അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ സദ്യയുടെ വൈറ്റമിൻ എല്ലാ കറിയിലേക്കും ഉള്ളതുണ്ട് ഇപ്പൊ. ക്യാരറ്റ് എനിക്ക് ഇഷ്ടമായി. വണ്ടർഫുൾ ലഞ്ച് ബോക്സ്. ഇനി ഫ്രൂട്ട്സ് ഒന്നുമില്ല? ഫ്രൂട്ട്സ് ആയിട്ട് ഇവിടെ ആപ്പിൾ എടുത്തിട്ട്, ആൽമണ്ട് ഒന്നുമില്ല, അതൊക്കെ മേടിക്കണം. അപ്പൊ ഇതാണ് നമ്മുടെ ഫൈനൽ ലഞ്ച് ബോക്സ്. എന്നാ ചെറുത് കറികളാണ് കൂടുതൽ ചോറിനേക്കാളും. അപ്പൊ ഇത്രയുള്ളൂ, നമുക്ക് ക്ലോസ് ചെയ്യാം. എന്നിട്ട് ഇതൊക്കെ അടച്ചു വെച്ച് ഫ്രിഡ്ജിൽ വെക്കും. നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കും, അല്ലെങ്കിൽ നാളത്തേക്ക് കഴിക്കാനായിട്ടൊന്നും ഉണ്ടാവും. ചീത്തയായി പോയിട്ടുണ്ടാവും. ഏറ്റവും മുകളിലാണ് എന്റെ കള്ളി, പൊക്കില്ലാത്ത എനിക്ക് ഏറ്റവും മുകളിലാണ്. അത് നീ തന്നെ ചൂസ് ചെയ്തെടുത്തതാ, കാരണം അത് കുറച്ച് ഹൈറ്റ് ഉണ്ട്. അപ്പൊ ഓക്കെ, ഇന്നത്തെ വ്ളോഗ് കഴിഞ്ഞു. എല്ലാവരും എന്റെ വ്ളോഗ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ.